ഏവർക്കും സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമെല്ലാം വെക്കേഷൻ സമയമായി. നമ്മുടെ മക്കളെക്കുറിച്ച് എല്ലാവരും ആകുലരാണ്. നമ്മളെല്ലാവരും ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. അങ്ങനെയെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ 5 ലക്ഷണങ്ങൾ വിദ്യാർത്ഥിയും രക്ഷിതാക്കളും മനസ്സിലാക്കിയാൽ വളരെ വളരെ നല്ലതാണ്. ഒരു വിദ്യാർത്ഥിക്ക് 5 ലക്ഷണങ്ങളുണ്ട്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് 5 കാര്യങ്ങളാണ്. കാകദൃഷ്ടി ഭഗധ്യാനം, ശ്വാനനിദ്ര തദൈവച, അല്പാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. നമുക്കിതൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പരിശോധിച്ച് നോക്കാം, ഈ 5 ഗുണങ്ങൾ ഒരു വിദ്യാർത്ഥിക്കുണ്ടോ എന്ന്. കാകദൃഷ്ടി, കാക്കയെപ്പോലെ സൂക്ഷ്മത. എന്തിലിടപെടട്ടെ, മൊബൈൽ കൊണ്ട് കളിച്ചുകൊള്ളട്ടെ, സിനിമയ്ക്ക് പോയിക്കൊള്ളട്ടെ, പക്ഷേ പരീക്ഷ കഴിഞ്ഞാൽ അവരൊന്നാമന്മാരായിരിക്കും. ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോഴും അവരുടെ ശ്രദ്ധ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലായിരിക്കും. വിദ്യാഭ്യാസത്തിനും തൻ്റെ ലക്ഷ്യത്തിനും എതിരെയുള്ള ഒന്നിലും അവർ ഇടപെടുകയുമില്ല. അതാണ് അവരുടെ പ്രധാനം. മാത്രമല്ല, ആ വിദ്യാർത്ഥി ജീവിതത്തിൽ ലക്ഷ്യം സെറ്റ് ചെയ്ത് എല്ലാത്തിനുമിടയിൽ കാക്കയെപ്പോലെ ഏകാഗ്രതയുള്ളവനായിരിക്കും. കാക്കയ്ക്ക് പിറകിൽ കണ്ണില്ല, പക്ഷെ ഒരിക്കലും കാക്കയെ പിറകിൽ നിന്ന് തല്ലാൻ കഴിയില്ല. കാക്ക എപ്പോഴും ഏകാഗ്രതയോടുകൂടി അതിൻ്റെ ഭക്ഷണത്തെ തേടുന്നു, അതിൻ്റെ ദൈനംദിന കാര്യങ്ങളെ തേടുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ലക്ഷണം കാക്കയുടെ സൂക്ഷ്മതയാണ്. രണ്ടാമത്തേത് ഭഗധ്യാനം. ഭഗം കൊക്കാണ്, കൊക്കിൻ്റെ ഏകാഗ്രത. ഇപ്പോൾ കൊക്ക് മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വയലിൽ ഒറ്റക്കാലിൽ നിന്ന് കണ്ണടച്ച് കളയും. അപ്പോൾ മീനുകൾ കരുതും ഇയാൾ തപസ്സിലാണെന്ന് കരുതും. അടുത്തേക്ക് മീനുകൾ കൂട്ടത്തോടെ വരുമ്പോൾ ഏറ്റവും വലുതിനെ കൊത്തിയെടുക്കുക. അതായത് കൊക്കിൻ്റെ ഏകാഗ്രത ജീവിതത്തിലെ ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് ഉയരുവാനുള്ള ആ ഏകാഗ്രത ഒരു വിദ്യാർത്ഥിയുടെ രണ്ടാമത്തെ ലക്ഷണമാണ്. മൂന്നാമത്തേതാണ് അല്പം ബുദ്ധിമുട്ടുള്ളതും ഇന്ന് സർവ്വസാധാരണ സമൂഹത്തിൽ വ്യാപകമല്ലാത്തതും. ശ്വാനനിദ്ര, പട്ടിയെ പോലെ ഉറങ്ങണം. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് കുട്ടികൾ പോത്തിനെ പോലെയാണ് ഉറങ്ങാറ് എന്ന്. എത്ര പ്രാവശ്യം വിളിച്ചാലാണ് മക്കൾ എഴുന്നേൽക്കുക? അപ്പോൾ ഇത് അവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ വിലങ്ങുതടിയാണ്. പട്ടി എപ്പോഴും ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നവനാണ്, ഏകാഗ്രതയുള്ളവരാണ്. നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റിന് ആരെങ്കിലും ഒന്ന് തട്ടിയാൽ നമ്മളാണ് ആദ്യം ഉണരുക? പട്ടിയാണോ? പട്ടിയാണ്. അപ്പോൾ പട്ടിയെപ്പോലെ ഉറങ്ങുന്നവരാണ് ഒരു വിദ്യാർത്ഥി, ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉറക്കിനൊരു ടൈം നിശ്ചയിക്കുന്നത്. നമ്മുടെ ഒരു 24 മണിക്കൂറിനെ 3ആയി തരംതിരിച്ചാൽ 8 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാം. 8 മണിക്കൂർ വരെ, 8 മണിക്കൂറല്ല, 6 to 8 മണിക്കൂർ വരെ ഉറങ്ങാം. 8 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ജോലി, വിദ്യാർത്ഥിയുടെ ജോലി എന്താണ്? വിദ്യാഭ്യാസം, സ്കൂൾ ടൈമാണ്. 8 മണിക്കൂർ. പിന്നെ ഒരു 8 മണിക്കൂറുണ്ട്. അവിടെയാണ് നിങ്ങൾ കുളിക്കേണ്ടത്, അവിടെയാണ് നിങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർണ്ണയിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ മൊബൈൽ കാണേണ്ടത്, അവിടെ നിന്നാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ടത്. ആ 8 മണിക്കൂറിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു, അവിടെയാണ് നിങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ശ്വാനനിദ്ര, പട്ടിയെപ്പോലെ ഉറങ്ങുന്നത്. നാലാമത്തേത് അല്പാഹാരമാണ്. ഭക്ഷണം പോഷക സമ്പുഷ്ടമായിരിക്കണം. തീർന്നില്ല, അതിൽ 7 ഘടകങ്ങളും ആവശ്യമുണ്ട്. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. 7 കാര്യങ്ങൾ അടങ്ങിയ ഭക്ഷണം മക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. നമ്മുടെ മക്കൾ പഠിത്തത്തിൽ, ആരോഗ്യത്തിൽ, രോഗത്തിൽ ഒക്കെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അല്ലെ പുറകോട്ട് പോകുന്നുവെങ്കിൽ, ആരോഗ്യത്തിൽ അവർ പുറകിലേക്ക് പോകുന്നു, പഠിത്തത്തിൽ പുറകിലേക്ക് പോകുന്നുവെങ്കിൽ അവരുടെ ഭക്ഷണ കാര്യം ശരിയല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് ഈ പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, ഫൈബർ ഇത് ഡെയിലി സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഉള്ള ഭക്ഷണമാണോ കൊടുക്കുന്നത്? എള്ള് കൊടുക്കാറുണ്ടോ? കുട്ടിയുടെ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന 2 ഭക്ഷണമാണ്, നിലക്കടല, നെയ്യ്. ഇത് കൂട്ടിയിട്ടായിരുന്നു മുമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. നിലക്കടല എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു, നെയ്യ് കൂട്ടി ഉണ്ണുമായിരുന്നു, ഫൈബർ റിച്ച് ആയിട്ടുള്ള അരി കഴിക്കുമായിരുന്നു. ഇതെല്ലാം മലയാളികൾക്ക് ഇന്ന് പോയി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഷോപ്പുകളുള്ളത് ഇവിടെയാണ്. ഭക്ഷണത്തിൽ വന്ന മൈദയുടെ ആധിക്യം, ഇതെല്ലാം നമ്മളെ തകർക്കുമ്പോൾ രക്ഷിതാവ് കൃത്യമായിട്ട് അറിയണം, എൻ്റെ കുട്ടിക്ക് അവൻ്റെ ബുദ്ധിശക്തിക്ക്, അവൻ്റെ ശാരീരിക ആരോഗ്യത്തിന് ശരീരമിതം ഖലു ധർമ്മസാധനം എന്നാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ഒരു മനുഷ്യന് ചെയ്യണമെങ്കിലും അവൻ്റെ ആരോഗ്യം സമ്പുഷ്ടമായിരിക്കണം, ആരോഗ്യം കരുത്തുറ്റതായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ, വിദ്യാർത്ഥിയുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് അല്പാഹാരം, പോഷക സമ്പുഷ്ടമായ ആഹാരം അല്പം കഴിക്കണം. രാത്രി ഒരു കാരണവശാലും ഉറങ്ങുന്നതിന് തൊട്ടും ഭക്ഷണം കഴിക്കരുത്. 2 മണിക്കൂർ മുമ്പ് കഴിക്കണം. തീർന്നില്ല, നിങ്ങളുടെ ഭാരം 60 കിലോ എങ്കിൽ 3 ലിറ്റർ വെള്ളം പെർ ഡേ കുടിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 5-മത്തേതാണ് ജീർണവസ്ത്രം. വസ്ത്രം പരമാവധി ഉപയോഗിക്കുക. ഒരു വസ്ത്രത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കഷ്ടപ്പാട് കൂടിയാണ്.
ഒരു കുട്ടി ചുരിദാർ ഉപയോഗിക്കുന്നു, ഒരു കുട്ടി ഒരു പാൻറ് ഉപയോഗിക്കുന്നു, അതിൻ്റെ വില ഒരു 5000 രൂപയെങ്കിൽ അച്ഛൻ എത്ര ദിവസം പണിക്ക് പോകേണ്ടി വരും? ഒരു ചുരിദാറിന് വേണ്ടി, ഒരു പാൻറ്റിന് വേണ്ടി, ഒരു ഷർട്ടിന് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എത്ര ദിവസം കഷ്ടപ്പെടേണ്ടി വരുമെന്ന ആ കുട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ അലമാരയിൽ ചുമ്മാ വസ്ത്രങ്ങൾ കിടക്കില്ല. വസ്ത്രം, ജീർണ വസ്ത്രം എന്ന് പറയുന്നത് പഴകിപ്പൊളിഞ്ഞ വസ്ത്രമല്ല, മറിച്ച് വസ്ത്രം പരമാവധി ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ആയുസ് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? ആ വസ്ത്രം നിറം മങ്ങി ഉപയോഗശൂന്യമാകുന്നത് വരെയാണ് ആ വസ്ത്രത്തിൻ്റെ ആയുസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ 5 ഗുണങ്ങൾ ഏതൊരുവനിലുണ്ടോ അവൻ്റെ പേരാണ് ഏതത് വിദ്യാർത്ഥി ലക്ഷണം. എന്നിട്ട് ആചാര്യന്മാർ നമ്മളോട് പറയും, വിദ്യാർത്ഥീന സുഖം സുഖാർത്ഥീന വിദ്യ. വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്ക് വിദ്യയുമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയമില്ല, വിദ്യാർത്ഥിക്ക് അനാവശ്യമായ മൊബൈൽ ഫോൺ കളിയില്ല. കാരണം നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, നിങ്ങൾ 5 വർഷം കഷ്ടപ്പെട്ടാൽ 50 വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾ 5 വർഷം സുഖിച്ചാൽ നിങ്ങൾക്ക് 50 വർഷം കഷ്ടപ്പെടാം. ഞങ്ങളൊരു കോളേജിൽ വെച്ച് കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അതിലൊരു കുട്ടി പറഞ്ഞത്, എനിക്ക് രണ്ടാമത്തേത് മതി എന്നാണ്. ഞാൻ 5 വർഷം സുഖിക്കാം, രാഷ്ട്രീയം കളിച്ച്, KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ്, ഈ മൊബൈൽ ഫോൺ കൊണ്ട് കളിച്ച്, സിനിമയ്ക്ക് പോയി, കൂട്ടുകാർക്കൊക്കെ ആടിപ്പാടി നടന്ന് എല്ലാ ലക്ഷ്യവും മറന്നുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് സുഖിച്ച് ജീവിക്കാം. പിന്നെ ഞാൻ 50 വർഷം ഞാൻ എന്ത് ചെയ്തോളാം? കഷ്ടപ്പെട്ട് ജീവിച്ചു കൊള്ളാം. അപ്പോൾ വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്ക് വിദ്യയുമില്ല. അതറിയണമെങ്കിൽ മക്കൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുക. അവിടെ PGക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് എത്ര മണിക്കൂർ സമയം ഉറങ്ങുന്നുണ്ട് എന്ന് നോക്കുക. IIM ചെല്ലുക, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ചെല്ലുക. ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുവാനുള്ള വിദ്യാർത്ഥികൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു, അവരെപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ജീവിതചര്യകളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്കൊട്ട് വിദ്യയുമില്ല. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളാവണം, ലഹരി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമായിരിക്കണം, ലഹരി എന്ന് പറഞ്ഞാൽ ജീവിത ലക്ഷ്യമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കവി പാടിയത്, ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ, വിദൂര തേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. ഏത് ലക്ഷ്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്യണം? അസാധ്യമാവിൽ ഒന്നും മർത്യനും മനസ്സ് വെച്ചിടിൽ. നിങ്ങൾ മനസ്സ് വെക്കണം. അപ്പം മനസ്സ് എപ്പോഴും ഓടിച്ചാടുന്ന ഒരു കുട്ടിക്കുരങ്ങനെ പോലെയാണ്. ആ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് ചഞ്ചലമാണ്. ആ ചഞ്ചല മാനസത്തെ ബുദ്ധിയുടെ നേർക്കാഴ്ച കൊണ്ട് നേർവരയിൽ നിർത്തുവാൻ കഴിയുന്നവൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. അതാണ് ഒരുപാട് മഹാത്മാക്കളുടെ ചരിത്രം. ആ ചരിത്രമൊക്കെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. വെക്കേഷൻ 2 മാസം ഉണ്ടാവും, പക്ഷേ ഈ 60 ദിവസം ആടിപ്പാടാനും ഉല്ലസിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ജീവിത ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി ഈ 60 ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്നവരാണോ? നിങ്ങൾക്ക് സംഗീതം പഠിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ നന്നായി ഡ്രോയിങ് ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അമ്മയെ സഹായിച്ചുകൊണ്ട് പാചകം പഠിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് പച്ചക്കറി തോട്ടങ്ങൾ ഈ സമയത്ത് നന്നായിട്ട് വളരുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് പച്ചക്കറിയിലൂടെ കൃഷിയെ പഠിക്കുവാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും സമയമുള്ള ഒരു സുന്ദരമായ ഒരു വെക്കേഷൻ വന്നുവെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ചുരുക്കി പറയാം. നമ്മുടെ വീട്ടിൽ കത്തിയുണ്ട്. ഈ കത്തി കൊണ്ട് തക്കാളി കട്ട് ചെയ്യാം, ഈ കത്തി കൊണ്ട് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും കട്ട് ചെയ്യാം. പക്ഷേ ഈ കത്തി കൊണ്ട് നമുക്കൊരു മനുഷ്യൻ്റെ കഴുത്തും കട്ട് ചെയ്യാം. തീരുമാനിക്കുന്നത് കത്തിയല്ല, കത്തി കയ്യിലെടുക്കുന്ന മനുഷ്യനാണ്. ഇതുപോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ 60 ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ, നിങ്ങളുടെ കരിയറിന് വേണ്ടിയുള്ളതാണോ, നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണോ, അല്ലാതെ അലസമായി കിടന്നുറങ്ങി നശിപ്പിച്ചു കളയേണ്ടതാണോ എന്ന് പ്രിയപ്പെട്ട മക്കളും കൂടെ രക്ഷിതാക്കളും ചിന്തിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.